തണ്ണീർമത്തനിലേക്ക് വീണ്ടും വരികയാണ്. അതിലേക്കുള്ള ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു? തണ്ണീർമത്തൻ ഗിരീഷിൻ്റെ ഒരു മൂക്കുത്തി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഗിരീഷിൻ്റെ മ്യൂച്വൽ ഫ്രണ്ടായിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ ഈ മൂക്കുത്തിൽ അഭിനയിച്ചൊരു സന്ദീപ് ഉണ്ട്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിമിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് സന്ദീപ് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണാൻ പറ്റില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ടാവും വീണ്ടും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ കണ്ടില്ലല്ലോ എന്ന് തിരിച്ചിങ്ങനെ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂക്കുത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇവരൊക്കെ ടാഗ് ചെയ്തിട്ട് ഗിരീഷിനെ എനിക്കറിയില്ല, പക്ഷേ സന്ദീപിനെയൊക്കെ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആനന്ദാണ് ഒരു മ്യൂസിക് ചെയ്തത്. അപ്പോൾ ആനന്ദിനെ എല്ലാവരെയൊക്കെ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഗിരീഷ് വന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തു. അന്ന് തന്നെ ഗിരീഷ് മെസ്സേജൊക്കെ ചെയ്തു. എന്നിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗിരീഷിൻ്റെ അടുത്ത് ഇരുന്നിട്ട് വെറുതെ ഞങ്ങൾ മെസ്സഞ്ചറൊക്കെ എടുത്ത് നോക്കി, നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ ഗിരീഷ് ബ്രോ നമ്പർ ഒന്ന് തരാമോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കണം, ഒരു ഫിലിമിൻ്റെ കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗിരീഷ് ഒന്ന് ഇതൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് പറഞ്ഞപ്പോൾ ഗിരീഷിന് മൊത്തം കാണാതെ അറിയാവുന്നുണ്ട്. സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബുക്ക് നോക്കി ഒരു സ്ക്രിപ്റ്റ് നോക്കി പറഞ്ഞില്ല, ഇങ്ങനെ പറയാം സ്ക്രിപ്റ്റ് ഫുൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട എല്ലാ ക്യാരക്ടറും എങ്ങനെയാണ് എനിക്കതുകൊണ്ട് അവരൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഗിരീഷിനെ കാണാൻ പറ്റും ഭയങ്കരമായിട്ട്. ഗിരീഷ് അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറും മാറി മാറി ഗിരീഷ് അവർ പറയുന്ന അതേ ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഗിരീഷ് പറഞ്ഞു. തണ്ണീർമത്തൻ കണ്ടപ്പോൾ ഇങ്ങനെ ഓർത്തേ ഉള്ളൂ ഇതിന്റെ ഡയറക്ടർ എത്രത്തോളം പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടാവും. കാരണം ഒരു ടീം അങ്ങനത്തെ ചെറിയ കുട്ടികളാണ്, അവര് എന്തൊരു ഫ്ലോയിലാണ് അഭിനയിച്ചു പോകുന്നത്. ഒട്ടും സമയമില്ലാത്ത പെട്ടെന്നായിരുന്നു ഓഡീഷനും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഓഡീഷൻ ചെയ്യും, പെട്ടെന്ന് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനും കുറെ ഓഗസ്റ്റിലോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവാന്നുള്ള രീതിയിൽ നമുക്ക് സമയമുണ്ട് എന്നുള്ള രീതിയിലിരുന്നത്. പക്ഷെ പെട്ടെന്ന് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഗിരീഷിനോട് പറഞ്ഞു, ഗിരീഷ് എനിക്ക് നടക്കുമ്പോൾ എന്നുള്ള മറ്റേ ഈ തൊട്ടപ്പൻ്റെ സ്കോറൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. വീണ്ടും ഗിരീഷ് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഗിരീഷ് പാട്ടൊന്നും ഇല്ലാതെ പടം ഫുൾ ഷൂട്ട് ചെയ്തു, പാട്ടുകളില്ലാതെ. അപ്പോൾ ഗിരീഷ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്നെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഡയറക്ടർ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള. അപ്പോൾ ഞാൻ വീണ്ടും സന്തോഷമായപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും അവരുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോഴും എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഇത് ഗിരീഷിനോട് പറയാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് കറുകുറ്റി വരെ പോയി ഗിരീഷിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഗിരീഷ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നോടൊന്നും തോന്നരുത്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങളെയും ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഇതുപോലെ ഗിരീഷ് വെയിറ്റ് ചെയ്തു. അങ്ങനെ അത്രയും ഞാൻ ഈ സിനിമ കുറേ പ്രാവശ്യം വിട്ടുപോകേണ്ട സ്റ്റേജ് ഉണ്ടായിട്ടും പക്ഷെ അതെന്തോ വിട്ടുപോയില്ല. ഇതൊക്കെയാണ് നിയോഗം എന്നൊക്കെ നമ്മൾ പറയണ അല്ലേ. ഭയങ്കര സന്തോഷം ഉള്ളിന്ന് എനിക്കും. എന്താ പറയാ, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഇതുപോലെ ആവട്ടെ എല്ലാ സിനിമകളും ഓപ്പൺ ആയിട്ടുള്ള ചിന്തകളും വിജയ് ബാലേട്ടൻ പറയുന്നത് കേട്ടിട്ടും ഒക്കെ നല്ലൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓൾ പ്രേയേഴ്സ്.